8 ദിവസമായി ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ തുടരാൻ തുടങ്ങിയിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്തിന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാണിച്ച് രഞ്ജിത്തിന്റെ അഭിഭാഷകർ ഒരു ഇടക്കാല ജാമ്യത്തിന് കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ റെഗുലർ ബെയിൽ പരിഗണനയിലിരിക്കെ ഇടക്കാല ജാമ്യം നൽകുന്ന ഒരു പതിവില്ല. അതുമാത്രമല്ല, ഇടക്കാല ജാമ്യത്തിലെ പ്രയറുകളെ പ്രധാനമായും പ്രോസിക്യൂഷൻ ശക്തമായ ഭാഷയിൽ എതിർത്തിരുന്നു. വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പ്രതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് 1951 പീപ്പിൾ റെപ്രസെന്റേറ്റീവ് ആക്ട് പ്രകാരം അത് റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങളാണ് മറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചത്. രഞ്ജിത്തിന് മതിയായ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് വേണ്ട നടപടികളൊക്കെ പ്രോസിക്യൂഷൻ നൽകുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ രഞ്ജിത്തിന് ഇടക്കാല ജാമ്യം നൽകരുത് എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ റെഗുലർ ബെയിലിൽ വിധി പറയാം, 10-ാം തീയതി വിധി പറയാമെന്ന് പറയുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ ഇടക്കാല ജാമ്യത്തിൽ നിന്ന് പ്രതിഭാഗം തന്നെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. രഞ്ജിത്ത് ആകത്തിന് ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ പരാതി ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന പരാതിയാണ്. സെറ്റിൽ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട അല്ലെങ്കിൽ പരാതി ഉന്നയിക്കപ്പെട്ട നടി അവരുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ താൻ ഉന്നയിച്ചിരുന്നു. അവരുടെ സീനുകൾ വെട്ടിക്കുറക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ നിന്നുണ്ടായ വൈരാഗ്യമാണ് ഈ പരാതിയിലേക്ക് നയിച്ചതെന്ന് രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് രഞ്ജിത്തിനെതിരെ കൃത്യമായ തെളിവുകളുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ ചില ഡിജിറ്റൽ തെളിവുകളടക്കം സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ രഞ്ജിത്തിന് ജാമ്യം നൽകരുത് എന്ന നിലപാടാണ് നിലവിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ചിട്ടുള്ളത്. ഈ രണ്ട് വാദങ്ങളും കേട്ട ശേഷമാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതി രഞ്ജിത്തിന്റെ ജാമ്യ ഹർജിയിൽ 10-ാം തീയതി വിധി പറയാൻ പോകുന്നത്.